ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. നമ്മുടെ അടുക്കളയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ് മിക്സി എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ മിക്സി കുറേ കാലം യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ചീത്തയാവാൻ സാധ്യതയുള്ള ഐറ്റവും മിക്സിയാണ്. അപ്പോൾ ഒരു 3-4 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും മിക്സി കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. മിക്സി ഉപയോഗിക്കുന്ന നിങ്ങളെല്ലാവരും വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ വീട്ടിൽ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് മിക്സിയിൽ ഉണ്ടാകുന്ന കുറച്ച് ചെറിയ ചെറിയ കംപ്ലൈന്റുകളാണ്. ആ കംപ്ലൈന്റുകൾ നമുക്ക് വീട്ടിൽ തന്നെ മാറ്റാൻ പറ്റും. അതിന് യാതൊരു ചെലവുമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്പുകളാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മിക്സി കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മിക്സി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അടപ്പിൽ വരുന്ന വാഷർ ലൂസ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചാലും മിക്സി അരയ്ക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചൂട് കാരണം നമ്മുടെ ഇത് റബ്ബറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ വലിഞ്ഞ് കറക്റ്റ് സൈസ് അല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മിക്സി അരയ്ക്കുന്ന സമയത്ത് മൂടി തുറന്നു വരാനുള്ള സാധ്യതയുണ്ട്. വാഷർ ലൂസ് ആണെങ്കിൽ നമുക്ക് ഇതിന് അനുസരിച്ച് ടൈറ്റ് ആക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ്. ഈ ഒരു കാര്യം ചെയ്ത് നോക്കുക. ഇനി മുതൽ നല്ല രീതിയിൽ തണുത്ത വെള്ളം, അതായത് ഫ്രിഡ്ജിൽ ഉള്ള വെള്ളം മാക്സിമം എടുക്കുക. അതിലോട്ട് ആ വാഷർ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് പൊടിയുപ്പും കൂടെ ഇതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അരമണിക്കൂർ സമയം നിങ്ങളിത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ലൂസായിരുന്ന വാഷർ കറക്റ്റ് സൈസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടൈറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി ലൂസ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി വാഷർ നമുക്ക് മിസ്സായി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ ടിപ്പാണ്. നമുക്ക് ഒരു റബ്ബർ ബാൻഡ് എടുത്തതിന് ശേഷം ഇതുപോലെ മൂടിയുടെ സെന്റർ പോർഷനിലായിട്ടാണ് റബ്ബർ ബാൻഡ് ഇടേണ്ടത്. ഇതുപോലെ ഇട്ടതിന് ശേഷം അടച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടൈറ്റായിട്ട് നമുക്ക് അടപ്പ് ഇടാൻ പറ്റും. തൽക്കാലം നമുക്ക് വാഷർ ഇല്ലെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അടുത്ത ഒരു മിക്സിയിൽ ഉണ്ടാകുന്ന ഒരു കംപ്ലൈന്റ് ആണ് നമ്മുടെ ഈ ബ്ലേഡിന് ടൈറ്റ് ആവുക. അതായത് പൊതുവേ നമ്മൾ പുളിയുള്ള സാധനങ്ങൾ അരച്ചു കഴിഞ്ഞാൽ, അതായത് പുളി അല്ലെങ്കിൽ തൈര് അതുപോലെയുള്ള നല്ല പുളി സാധനങ്ങൾ അരച്ചു കഴിഞ്ഞാൽ ബ്ലേഡിന്റെ സൈഡിലെ ഗ്യാപ്പിലൂടെ നമുക്ക് താഴോട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ ഇതിനകത്ത് തുരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു കാരണം കൊണ്ട് നമുക്ക് നല്ലൊരു ടൈറ്റ് ആവും. ഇത് ടൈറ്റ് ആണെങ്കിൽ അത് മാറ്റാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു ലൈറ്റായിട്ടൊന്ന് ചൂടാക്കുക. അപ്പോൾ നമുക്കത് ചൂടാക്കിയിട്ട് വരാം. ഈ ഒരു സ്പൂണിൽ തന്നെ ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ തിളക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഒരുവിധം ചൂട് വേണം. അതിനുശേഷം നമുക്കിതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കാം. ആദ്യം ടൈറ്റ് ഉണ്ടാവും, പിന്നീട് ലൂസായിട്ട് വരും. ഒരു അരമണിക്കൂറോളം സമയം നമുക്കിത് അതുപോലെ തന്നെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ എണ്ണ കളഞ്ഞിട്ട് നമ്മൾ സാധാ വെള്ളത്തിൽ കഴുകിയെടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇതൊന്ന് കറക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല രീതിയിൽ ലൂസായിട്ടുണ്ടാവും. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. ഇനി മിക്സിയുടെ ജാറിൽ ഉണ്ടാകുന്ന അടുത്തൊരു പ്രശ്നം, നമ്മൾ പലതരം മസാലകൾക്ക് വേണ്ടി അരയ്ക്കുന്നത് കൊണ്ട് മിക്സിയുടെ ജാറിൽ ആ ഒരു സ്മെല്ല് കുറേ ദിവസങ്ങളോട് ഉണ്ടാവും. പൊതുവെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ചു കഴിഞ്ഞാൽ എത്രയൊക്കെ നമ്മൾ നീറ്റായി കഴുകിയാലും ആ ഒരു സ്മെല്ല് പോവില്ല. വെള്ളം എടുക്കാം. അതിനുശേഷം കുറച്ച് അരി, അത് ഏതരിയാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് അരി ഇതിലോട്ട് ഇടാം. അതിനുശേഷം നമ്മളൊരു 10-15 മിനിറ്റോളം തന്നെ മാറ്റി വെച്ചതിന് ശേഷം ഈ വെള്ളം ഉണ്ടല്ലോ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റ് ജാർ അതുപോലെ തന്നെ മാറ്റി വെക്കുക. അതിനുശേഷം വെള്ളം കളയുക. എന്നിട്ട് നിങ്ങൾ സ്മെല്ല് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരു മസാലയുടെ മണവും നമുക്ക് ജാറിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ്. നമുക്ക് ഒരു സ്പൂൺ അരി പോലും വേണ്ട. അരി കഴുകിയ വെള്ളം പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മിക്സിയിൽ ഉണ്ടാവുന്ന മെയിൻ ആയിട്ടുള്ള കംപ്ലൈന്റുകളെല്ലാം മാറ്റാൻ പറ്റുന്നതാണ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിക്സിയുടെ മെയിൻ ആയിട്ടുള്ള പാർട്ടാണ് ഇത്. ഈ മിക്സി ഉപയോഗിക്കുമ്പോൾ മെയിൻ ആയിട്ടൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ജാറ് വെച്ചതിന് ശേഷം മിക്സി ഓണാക്കുന്ന സമയത്ത് 1, 2, 3 ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓണാക്കുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡായിട്ട് പി എന്നൊരു അക്ഷരം കാണാം. നിങ്ങൾ ആദ്യം ജസ്റ്റ് ഇതുപോലെ
ഒന്ന് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ഓൺ ആക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ മിക്സിയുടെ മോട്ടർ പെട്ടെന്നൊന്നും കംപ്ലൈന്റ് ആവില്ല. അപ്പോൾ ഈ ഒരു കാര്യം അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. എപ്പോൾ ഓൺ ആക്കുകയാണെങ്കിൽ നമ്മൾ സ്പീഡോട്ട് ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം 1 2 3 എന്ന രീതിയിൽ നമ്മളതിന്റെ സ്പീഡ് കൂട്ടിയെടുക്കുക. പിന്നെ അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിതിന്റെ അടിയിൽ ഉണ്ടാവുന്ന ആ പവർ മോഡാണ്. അതായത് നമ്മൾ നല്ല ഹെവി ആയിട്ടുള്ള ലോഡുകൾ പൊടിക്കാനോ അല്ലെങ്കിൽ അരയ്ക്കാനോ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇത് അകത്തോട്ട് പോകുന്നതാണ്. അപ്പോൾ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ മിക്സി ഓഫ് ആവും. ഓഫ് ആവുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു തവണ അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് താഴോട്ട് വരും. അതിനുശേഷം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മിക്സി കറങ്ങുന്നതാണ് കേട്ടോ. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പവർ മോഡ് കറക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് നോക്കുക. നമ്മുടെ മിക്സിയിലെ ജാറ് നമ്മൾ എപ്പോഴും നീറ്റായി ക്ലീൻ ചെയ്യും, പക്ഷെ ഈ ഒരു ഭാഗം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാറില്ല. പക്ഷെ ക്ലീൻ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് പല സാധനങ്ങളും അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കംപ്ലൈന്റ് ആകാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് മിക്സിയുടെ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ടൈറ്റ് ആയി കഴിഞ്ഞാൽ മിക്സിയുടെ മോട്ടറിന് നല്ല ഹെവി ലോഡ് വരും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇതുപോലെ തിരിച്ചു നോക്കുക, കാരണം ടൈറ്റ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ശരിയാക്കാൻ നോക്കുക. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിരലൊന്നും കടക്കാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഒരു ബഡ്സ് എടുക്കുക. പിന്നെ ഇത് ക്ലീൻ ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു സാധനം എന്ന് പറഞ്ഞാൽ വാസലിനാണ്. ഇതുപോലെ കുറച്ച് വാസലിൻ ബഡ്സിലാക്കിയതിന് ശേഷം എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക കേട്ടോ. വാസലിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അഴുക്ക് പെട്ടെന്ന് വരുന്നതാണ്. ഇതുണ്ടല്ലേ, വെള്ളം ഉപയോഗിച്ചൊന്നും കഴുകാതിരിക്കുക. നമുക്കത് എന്തെങ്കിലുമൊക്കെ ഷോർട്ട് സർക്യൂട്ട് ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. വാസലിനാകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളില്ല കേട്ടോ. ഇതിനടിയിൽ നല്ല രീതിയിൽ അഴുക്ക് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വലിയ ടൈറ്റ് ഇല്ലാതെ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. മിക്സി വെക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ആ തറയിൽ ഇതുപോലെ വെക്കാതിരിക്കുക. കാരണം അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് നീക്കാനെല്ലാം ഭയങ്കര പാടായിരിക്കും. ബലത്തിൽ ഒട്ടുന്ന ഒരു സാധനമാണ്, റബ്ബറാണ്. അവിടെ ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടി വലിച്ചെടുക്കണമെങ്കിൽ ഇത് റബ്ബർ ഇളകി വരാനും പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കറക്റ്റ് തറയിലോട്ട് വെക്കാതെ എന്തെങ്കിലും ഒരു സാധനം വെച്ചതിന് ശേഷം നമുക്ക് മിക്സി വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്കത് അവിടെയൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് ഇതാ വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അടിയിലോട്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. ഇനി നമുക്ക് ഈ മിക്സിയുടെ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യുന്നതിന് പലരും വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ ഭാഗം ക്ലീൻ ചെയ്യുന്നത്. അതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനീഗറാണ്. വിനീഗർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിലെ ഈർപ്പം ഉണങ്ങുന്നതാണ്. കൂടാതെ ഉറുമ്പുകളുടെയോ മറ്റുള്ള പ്രാണികളുടെയോ ശല്യം ഉണ്ടാവില്ല വിനീഗറിന്റെ സ്മെല്ലുള്ള കാരണം. കുറച്ച് വിനീഗർ ഇതുപോലെ ഒരു തുണിയിലാക്കിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം വെച്ച് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഏതുതരം കറകളും നമുക്ക് ഈസി ആയിട്ട് മാറ്റാനും പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷം പഴക്കമുള്ള മിക്സിയും നമുക്ക് പുതിയതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ യാതൊരു കംപ്ലൈന്റും വരാത്ത ഒരു ഇലക്ട്രിക്കൽ ഐറ്റമാണ് മിക്സി എന്ന് പറയുന്നത് കേട്ടോ. വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ.